കേരളപുരം ESI ആശുപത്രി ജീർണാവസ്ഥയിൽ 1968 ആശുപത്രി സ്ഥാപിച്ചത്. പൈപ്പുകൾ ഉൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ആശുപത്രി നവീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഏഴാംകുറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളപുരം ESI ആണ് ജീർണാവസ്ഥയിലുള്ളത്. 1968 ഇവിടെ ESI ഡിസ്പെൻസറി സ്ഥാപിച്ചത്. കാലങ്ങളായി നവീകരണ പ്രവർത്തനം നടക്കാത്ത സാഹചര്യത്തിലാണ് കെട്ടിടം ജീർണാവസ്ഥയിൽ എത്തിയത്. ഫാർമസിയുടെ ഉൾപ്പെടെ ബോർഡുകൾ തെർമോഫോം ഷീറ്റിൽ പേന വെച്ച് എഴുതിയിരിക്കുന്ന സ്ഥിതിയിലാണ്. വീൽ ചെയറുകൾ തുരുമ്പിച്ച് പൊടി പിടിച്ചു. കെട്ടിടത്തിന്റെ വയറിങ്ങുകളെല്ലാം പൊട്ടിയ നിലയിലാണ്. കെട്ടിടത്തിന്റെ മേൽക്കൂരകൾ പൊള്ളി ഇളകിയിട്ടുണ്ട്. പൈപ്പുകൾ ഉൾപ്പെടെ തകർന്ന സ്ഥിതിയിലാണ്. ഗേറ്റുകൾ ദ്രവിച്ച് വീഴാറായി. പരിസരമാകട്ടെ കാടുമൂടിയ നിലയിലാണ്. 10,000-ലേറെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കേരളപുരം ESIയിൽ മരുന്നുകളും സ്ഥിരമായി ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. നേരത്തെ 2 തവണ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് ഇവിടെ തീ പിടിച്ചിരുന്നു. മഴക്കാലത്ത് ചോർന്ന് കെട്ടിടത്തിനുള്ളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ആശുപത്രി നവീകരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. നമ്മുടെ കേരളപുരം ESI ഏകദേശം 10-60 വർഷം പഴക്കമുള്ള ഒരു ESI ആണ്. അന്ന് ഞാനും പണ്ട് എന്റെ ചെറിയ ആക്സിഡന്റ് നടന്ന സമയത്ത് ഞാനിവിടെ ചികിത്സിക്കാൻ പോയിട്ടൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എല്ലാം ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗമാണെങ്കിലും പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ്. 4 സൈഡും കാട് പിടിച്ച് മൊത്തം ഒരു വൃത്തികേടായിട്ടാണ് ESI കിടക്കുന്നത്. അധികാരികൾ ഒന്ന് കണ്ട് അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കുന്നത്. ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് അവിടെ പോയായിരുന്നു. അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. പിന്നെ അതിന്റെ രോഗികളൊക്കെ വരുമ്പോൾ അത് വിഷയങ്ങളാണ്, ഭയങ്കര പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ അത് ശരിയാക്കുക, അല്ലെങ്കിൽ അത് മുട്ടം പ്രശ്നത്തിലേ പോകത്തുള്ളൂ. വലിയ ദുരിതങ്ങൾ സംഭവിക്കുക. അത് എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.